ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും കടലക്കറി ഉണ്ടാക്കിയാലോ? അതിനായി ഞാൻ ദേ ഇവിടെ തലേന്ന് സോക്ക് ചെയ്യാനിട്ടിരുന്ന കടലയാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കടല നന്നായിട്ട് വാഷ് ചെയ്ത് ദേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കടലയുടെ ഒപ്പം നിൽക്കാൻ പാകത്തിനാണ് കേട്ടോ ഞാൻ ഇവിടെ വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് എടുക്കാം കേട്ടോ. ഒരു പാൻ വെച്ച് കൊടുത്ത് 3-4 ടീസ്പൂൺ എണ്ണയും ഒഴിച്ച് തേങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തേങ്ങ വറുത്തെടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ നിറം ആകുന്നവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 8-9 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോഴേക്കും ഒരു മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കടലയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം, കൂടി പോകരുത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നന്നായി വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്കെല്ലാം പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് 1 സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഗരം മസാല ഈ കടലക്കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും മണമൊക്കെ വരാൻ നല്ല കേട്ടോ. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും കൂടെയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടലയെല്ലാം വെന്ത് സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. അതെ, ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ബൗള് നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊടികളെല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയാണ് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് ഊറ്റി കൊടുക്കേണ്ടത്. ആദ്യം നമ്മളത് ചാറായിട്ട് ഊറ്റി പിന്നെ നമുക്ക് കടലയായിട്ട് ഇട്ട് കൊടുത്തു. ഞാൻ അരച്ചെടുത്തില്ലേ, അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല കൊഴുപ്പൊക്കെ കിട്ടാനും കറിക്ക് നല്ല ടേസ്റ്റൊക്കെ വരും കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേ. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറി. കടല ആഡ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും നമ്മൾ ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് താളിക്കാം. താളിപ്പിനായി 3 സ്പൂൺ എണ്ണ ഊറ്റി 1 സ്പൂൺ കടുക് ഇട്ട് 5-6 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞു ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് 3 ഉണക്കമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇല്ലാതെ എന്തോന്ന് കറിയല്ലേ. അപ്പോൾ നമ്മുടെ താളിപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കടലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെറും 10 മിനിറ്റ് മതി കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.